പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തി കരങ്ങൾ വീശുക ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറന്നിരിക്കുന്നു നമ്മുടെ മേൽ. ഈ രാത്രിയിൽ അത്ഭുതകരമായ ദൈവിക ചൈതന്യവും ദൈവിക വിടുതലുകളും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹത്വം മുഴുവൻ നമ്മുടെ കർത്താവിന് കൊടുത്ത് കരങ്ങളടിച്ച് നന്ദി പ്രകാശിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 52:4 നമ്മളിങ്ങനെ വായിക്കുന്നു, ബന്ധനസ്ഥയായ സിയോൻ പുത്രി പൊടിയിൽ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക. ബന്ധനസ്ഥയായ സിയോൻ പുത്രി നിൻ്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക. ബന്ധനങ്ങൾ അഴിക്കുന്നവൻ കെട്ടുകൾ അഴിക്കുമ്പോൾ സ്വർഗം തുറന്ന് നമ്മുടെ മേൽ ദൈവകൃപ പെയ്തിറങ്ങും. തുടർന്നുള്ള അത്ഭുതകരമായ ദൈവാനുഭവത്തിൻ്റെ വചനദൂതിൻ്റെയും നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക. തുടർന്നുള്ള സമയങ്ങളിൽ പരിശുദ്ധ കുർബാന എടുത്തു വെച്ച് അല്പസമയം ആരാധിച്ച് തുടർന്നുള്ള ശുശ്രൂഷയിൽ നമ്മൾ ഒന്നിച്ച് പ്രവേശിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈശോ മഹത്വത്തോടെ നമ്മുടെ മധ്യത്തിൽ ദിവ്യകാരുണ്യമായി കടന്നു ഒരുങ്ങുകയാണ്. നമുക്ക് മുട്ടിന്മേൽ നിന്നുകൊണ്ട് ഗാനം ആലപിച്ച് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ആദരവോടെ പരമപരിശുദ്ധൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തെ എടുത്തുയർത്തിക്കൊണ്ട് സ്നേഹത്തോടെ അവനെ നോക്കി നമുക്ക് ആരാധിക്കാം. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ശിരസ്സ് നമിച്ച് നമുക്ക് ആരാധിക്കാം. യൂദയായിൽ ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മണ്ണിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. ഉയർത്തി എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, സ്വരമുയർത്തി മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഇരുകരങ്ങളും അത് സ്വർഗത്തോളം ഉയർത്തി വായി തുറന്നൊന്ന് വിളിക്കാമോ? യേശുവേ. എല്ലാവരും വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ്, ഇസ്രായേലിന്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നവൻ, സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ വലിയ മഹത്വത്തോടെ, വലിയ മഹത്വത്തോടെ ഇതാ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വാ തുറന്ന് വിളിക്കുക.
യേശുവേ 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 കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, കടലിൻ്റെ മീതെ നടന്നു പോയവൻ, സത്യമായി സത്യമായി ചേർന്ന് പാടാമോ? പ്രതിയടഞ്ഞ മാനവർക്കും ജീവനേകി, മനമിടിഞ്ഞ രോഗികൾക്ക് സൗഖ്യമേകി. ഹല്ലേലൂയ പാടി ആരാധിക്കാം. ഹല്ലേലൂയ, കരങ്ങൾ ചലിപ്പിച്ച കരങ്ങൾ ഉയർത്തി മാലാഖമാരോട് ചേർന്ന് വിടുതലിന്റെ സമയമാണ്. ദൈവകൃപയുടെ സമയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരു കരങ്ങളും സ്വർഗ്ഗത്തോളം ഉയർത്തി അവന്റെ നാമത്തെ ഒന്നുകൂടെ വായി തുറന്ന് വിളിക്കാമോ? യേശുവേ വിളിക്കട്ടെ, എല്ലാവരും വിളിക്കട്ടെ. എല്ലാ ഘട്ടങ്ങളും അഴിയട്ടെ, അന്ധകാര സാന്നിധ്യങ്ങൾ അകന്ന് മാറിപ്പോകട്ടെ. അത്ഭുതങ്ങളുടെ ദൈവം ഇതാ തന്റെ ജനത്തെ സന്ദർശിക്കുന്നു, നമ്മെ വിടിവിക്കുന്നു. ആരാധന 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 ആരാധന. ശിരസ് കുനിച്ച് ഈശോയെ കുമ്പിട്ട് വണങ്ങി നമുക്ക് സ്വസ്ഥാനങ്ങളിലിരിക്കാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങൾ. അന്ന് സായാഹ്നമായപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. അവർ ജനക്കൂട്ടത്തെ വിട്ട് അവനിരുന്ന വഞ്ചിയിൽ തന്നെ അവനെ അക്കരയ്ക്ക് കൊണ്ടുപോയി. വേറെ വള്ളങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ച് കയറി വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരോ, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാകുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. പ്രൈസ് ദ ലോർഡ്. ഈശോയും ശിഷ്യന്മാരും യാത്ര പുറപ്പെട്ടപ്പോൾ വളരെ ശാന്തസുന്ദരമായ ഒരു സായാഹ്നമായിരുന്നു. കടൽ വളരെ ശാന്തമായിരുന്നു. എന്നാൽ വഞ്ചി തുഴഞ്ഞ് കുറേ ദൂരം എത്തിയപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊടുങ്കാറ്റുണ്ടായി. കൊടുങ്കാറ്റുണ്ടായപ്പോൾ തിരമാലകൾ ഉയർന്നു. തിരമാലകൾ വഞ്ചിക്കകത്തേക്ക് കയറാൻ തുടങ്ങി. വഞ്ചി മുങ്ങാൻ ശ്രമിച്ചു. ശിഷ്യന്മാർ ഒരുപക്ഷെ ആദ്യം വെള്ളം കോരിക്കളഞ്ഞൊക്കെ വഞ്ചിയുടെ ബാലൻസൊക്കെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷെ അവർക്ക് പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായി തിരമാല വഞ്ചിക്കകത്തേക്ക് കയറിയപ്പോഴാണ് അവർ നിലവിളിക്കാനായിട്ട് തുടങ്ങിയത്.
പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിതം ഇങ്ങനെയാണ്. വളരെ സന്തോഷത്തോടുകൂടി കുടുംബജീവിതം ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതാ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു സംശയം, ഒരു പ്രശ്നം, ഒരു കലഹം, കുടുംബജീവിതം ആടി ഉലയുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വഴക്ക് കൂടിയിട്ടും പിണങ്ങിയിട്ടും ഉപദേശിച്ചിട്ടും ഒന്നും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലാത്ത ഒരു നിസ്സഹായതയുടെ അവസ്ഥ കുടുംബജീവിതത്തിലുണ്ടാകും. നല്ല അനുകൂലമായ സാഹചര്യത്തിൽ നല്ല കോൺഫിഡൻസോട് കൂടി തുടങ്ങിയ ബിസിനസ്സാണ്. പക്ഷേ ഇതാ പെട്ടെന്ന് ബിസിനസ് തകർന്ന് തകിടം മറിയുന്നു. ബാലൻസ് തെറ്റിപ്പോകുന്ന അനുഭവങ്ങൾ. വളരെ സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരുന്ന കുടുംബമാണ്. പെട്ടെന്ന് ആ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി ഒരാൾക്ക് ഒരു മാരകമായ രോഗം വരുന്നു. പെട്ടെന്ന് ആകെ കാറും കോളും കൊടുങ്കാറ്റും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെയുള്ള നിമിഷങ്ങളിലൊക്കെ ഒരു നിസ്സഹായത നമുക്ക് അനുഭവപ്പെടാം. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങളുടെ തിരമാലകൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ നമുക്ക് ആകപ്പാട് ചെയ്യാനുള്ളത് നിലവിളിക്കാൻ മാത്രമാണ്. ശിഷ്യന്മാർ ചെയ്തത് അതാണ്. അവർ നിലവിളിച്ചപ്പോൾ അവരുടെ നിലവിളി കേൾക്കാൻ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റു, അടങ്ങുക, ശാന്തമാകുക എന്ന് പറഞ്ഞപ്പോൾ കൊടുങ്കാറ്റ് ശമിച്ചു, തിരമാലകൾ അടങ്ങി. അതേ കർത്താവാണ് ഇന്ന് ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മുഴുവൻ വ്യക്തിത്വത്തോടും കൂടി, അന്ന് ജീവിച്ചിരുന്ന യേശുവിൻ്റെ മുഴുവൻ ആത്മാവിനോടുകൂടി, അതേ ശക്തിയോടുകൂടി നമ്മുടെ കർത്താവ് ഈ കൂദാശയിൽ നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളോട് അടങ്ങുക എന്ന് പറയാൻ, അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഈ രാത്രിയിൽ നമ്മുടെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ശുശ്രൂഷകളിൽ, പ്രവർത്തന മേഖലകളിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബം ഇപ്പോൾ ഒരു നിസ്സഹായതയുടെ വക്കീലാണെങ്കിൽ, നമുക്ക് ആ അപ്പോസ്തലന്മാർ ചെയ്തതുപോലെ നമുക്ക് ഈ രാത്രിയിൽ നമ്മുടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ നിസ്സഹായതകളെല്ലാം കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുക. നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ രാത്രിയിൽ ഈശോ ഏറ്റെടുക്കട്ടെ. നമ്മുടെ എല്ലാ കണ്ണുനീരുകളും നിലവിളിയും അവൻ കേൾക്കട്ടെ. എവിടെയാണോ യേശുവിൻ്റെ ഇടപെടൽ ഈ രാത്രിയിൽ വേണ്ടത്, എവിടെയാണോ കർത്താവിൻ്റെ അധികാരത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്, ആ മേഖലകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, എൻ്റെ നിസ്സഹായതയിൽ ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ തിരുമുമ്പിൽ നിലവിളിക്കുന്നു. ദൈവമേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതം തകർന്നു പോകുന്നത് പോലെ തോന്നുന്നു. പ്രലോഭനങ്ങൾ എന്നെ കീഴടക്കി കഴിയുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കർത്താവേ, എൻ്റെ സാമ്പത്തിക മേഖലകൾ തകർന്ന് തരിപ്പണമായി. എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ കടബാധ്യതകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഞാൻ നിസ്സഹായനായി പോകുന്ന ദൈവമേ, തെറ്റിദ്ധാരണകളുടെ, വിമർശനങ്ങളുടെ, കുറ്റപ്പെടുത്തലുകളുടെ, ഒറ്റപ്പെടുത്തലുകളുടെ നടുവിൽ നിന്ന് ദൈവമേ ഞാൻ തകർന്നു പോകുന്ന അനുഭവമുണ്ട്. കർത്താവേ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ തകർത്ത് കളയുന്ന ദൈവമേ, എന്നെ സഹായിക്കുവാൻ ഈ രാത്രിയിൽ നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരെ രക്ഷിച്ച അവിടുന്ന് എൻ്റെ ജീവിത സാഹചര്യങ്ങളോട്, എന്നെ പീഡിപ്പിക്കുന്ന, എന്നെ ഭയപ്പെടുത്തുന്ന, എന്നെ തളർത്തിക്കളയുന്ന എൻ്റെ പ്രശ്നങ്ങളുടെ തിരമാലകളോട് അടങ്ങുക, ശാന്തമാകുക എന്ന് ഈ രാത്രിയിൽ പറയണമേ. കർത്താവേ, പ്രതികൂല സാഹചര്യങ്ങളെ എടുത്തു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അധികാരമുള്ള ശബ്ദം ഈ രാത്രിയിൽ എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ പ്രതിസന്ധികളിലേക്ക്, എൻ്റെ കണ്ണുനീരിലേക്ക് കടന്നു വരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങളും വിടർത്തിപ്പിടിച്ചുകൊണ്ട് ഈശോയുടെ നേരെ നോക്കി എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
ഈ നിമിഷങ്ങളിൽ തന്നെ കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവമേ നീ കടന്നു വരണമേ, നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. അവർക്ക് വേണ്ടി ഒരത്ഭുതം നീ പ്രവർത്തിക്കണമേ, നിന്റെ ശക്തി നീ അയക്കണമേ. യേശുവേ, 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 യേശുവേ. നാഥാ, നാഥാ, നാഥാ നീ വരണേ. നാഥാ, നാഥാ, നാഥാ നീ വരണേ. കർത്താവേ, തകരുന്ന കുടുംബങ്ങളിലേക്ക്, തകരുന്ന ദാമ്പത്യ ബന്ധങ്ങളിലേക്ക് നീ കടന്നു വരണമേ. തകരുന്ന ബിസിനസ്സുകളിലേക്ക് നീ കടന്നു വരണമേ. തകരുന്ന കൃഷിയിടങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഓ, തകർന്നു പോകുന്ന ആത്മീയ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ. എല്ലാ മക്കളുടെയും നിലവിളി നീ കേൾക്കണമേ. കർത്താവേ, രാത്രിയിൽ നിന്റെ കൃപ, നിന്റെ സാന്നിധ്യം അവരെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന തിന്മയുടെ കൊടുങ്കാറ്റുകൾ അടങ്ങട്ടെ. അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രശ്നങ്ങളുടെ തിരമാലകൾ അടങ്ങട്ടെ. നിന്റെ അധികാരമുള്ള വചനം ഇപ്പോൾ അവരുടെ ജീവിതത്തെ നോക്കി അവിടുന്ന് പറയണമേ. അവരുടെ ജീവിതത്തിൽ നിന്ന് തിന്മകൾ വിട്ടുപോകട്ടെ, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ, പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകട്ടെ, പ്രതിബന്ധങ്ങൾ തകരട്ടെ, തിന്മ നിരൂപിക്കുന്ന മനുഷ്യർ അകർന്നു പോകട്ടെ. ആത്മാവിന്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. അടങ്ങുക, ശാന്തമാവുക എന്നു നീ കൽപ്പിക്കണമേ. അടങ്ങുക, ശാന്തമാവുക എന്നു നീ കൽപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും സ്നേഹവും അംഗീകാരവും ഒക്കെ ആവശ്യമുള്ള ഒന്നാണ്. നമ്മുടെ വളർച്ചയ്ക്കും വ്യക്തിത്വം രൂപീകരിക്കപ്പെടാനും ഒക്കെ അത് ആവശ്യമാണ്. എന്നാൽ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്നത് പാപം ഗ്രസിച്ച ഒരു ലോകത്തിലാണ്. നമ്മൾ ജനിച്ചു വളർന്നത് മുറിവേറ്റ മനുഷ്യരുടെ നടുവിലാണ്. അതുകൊണ്ട് ഒരിക്കലും ഭൂരിപക്ഷം മനുഷ്യർക്കും അവരാഗ്രഹിച്ചതുപോലുള്ള ഒരു സ്നേഹമോ അംഗീകാരമോ കിട്ടണമെന്നില്ല. ചുരുക്കം പേർക്കേ അതിനൊക്കെയുള്ള ഭാഗ്യം കിട്ടാറുള്ളൂ. ഇന്നും അനേകരുടെ മനസ്സിൽ വർഷങ്ങൾ കഴിഞ്ഞു, പ്രായം ഒരുപാടായിട്ടും അപ്പൻ സ്നേഹിക്കാത്തതിൻ്റെ വേദനയും അമ്മ സ്നേഹിക്കാത്തതിൻ്റെ വേദനയൊക്കെ പേറി നടക്കുന്നവരാണ്. ഒരുപാട് കലഹങ്ങൾ ഈ കിട്ടാത്ത സ്നേഹത്തെ പ്രതി ഉണ്ടാകുന്നുണ്ട്. ദാമ്പത്യ ബന്ധങ്ങളിലും ഇതേ പ്രശ്നമുണ്ട്. ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹം കിട്ടാറില്ല. അത് സങ്കടവും ദേഷ്യവും വാശിയും വെറുപ്പും കലഹവും ഒക്കെയായിട്ട് രൂപപ്പെടും. സ്നേഹം കിട്ടാൻ വേണ്ടി പലപ്പോഴും വഴക്കടിക്കും. പക്ഷെ നമ്മൾ ഓർക്കണം, സ്നേഹം കിട്ടാത്തതിൻ്റെ പേരിൽ വഴക്ക് കൂടിയാൽ ഉള്ള സ്നേഹം കൂടി നഷ്ടപ്പെട്ടു പോകുകയുള്ളൂ. വഴക്ക് കൂടുമ്പോൾ സ്നേഹിക്കാനുള്ള കഴിവ്, സ്നേഹം സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കിട്ടാത്ത സ്നേഹത്തിൻ്റെ പേരിൽ കലഹിക്കുന്നത് ബുദ്ധിശൂന്യതയാണ്. മറ്റൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഉള്ളവനാണ് കൊടുക്കാൻ കഴിയുള്ളൂ, ഇല്ലാത്തവന് കൊടുക്കാൻ പറ്റില്ല.
ഇല്ലാത്തവൻ്റെ അടുത്ത് ചെന്ന് തന്നേ തീരൂ എന്ന് പറഞ്ഞ് നമ്മൾ ഇൻക്ലാബ് വിളിച്ചാൽ ഇല്ലാത്തവൻ എവിടെ നിന്ന് തരാൻ പറ്റും? എൻ്റെ മാതാപിതാക്കൾക്ക് സ്നേഹം കിട്ടിയിട്ടില്ലായിരുന്നു, തരാൻ മാത്രം അവർക്കില്ല. എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ മാത്രം സ്നേഹം ഇല്ല, കിട്ടിയിട്ടില്ല. എൻ്റെ ചുറ്റുപാടുമുള്ളവരൊക്കെ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിക്കുന്നത് കൊണ്ട് അവരൊക്കെ ആഗ്രഹിക്കുന്നത് എന്നെ ആരെങ്കിലും സ്നേഹിക്കണം എന്നാണ്. സ്നേഹം കൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള വളർച്ച അവർക്കില്ല. മനഃപൂർവ്വമല്ല, അവർക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, അവർക്കില്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നില്ല എങ്കിൽ അത് മനഃപൂർവ്വമല്ല, മറിച്ച് ആ വ്യക്തിക്ക് കൊടുക്കാൻ മാത്രം സ്നേഹമില്ല. ആ വ്യക്തി ഇപ്പോഴും സ്നേഹം തേടി നടക്കുകയാണ്. അപ്പം ഇതൊരു വിഷമവൃത്തമാണ്. അപ്പോൾ നമുക്ക് സ്നേഹം കിട്ടാതെ വരുന്നത് കൊണ്ട് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും സ്നേഹം അന്വേഷിച്ചുള്ളൊരു ഓട്ടമായിരിക്കും. എവിടെയാ സ്നേഹം കിട്ടുന്നത്, എവിടെയാ അംഗീകാരം കിട്ടുന്നത്, ഇത് തേടി നമ്മൾ നടക്കും. സ്നേഹവും അംഗീകാരവും കിട്ടുന്നിടത്ത് നമ്മൾ പറ്റിച്ചേരാൻ ശ്രമിക്കും. അപ്പം ഇങ്ങനെ കിട്ടാത്ത സ്നേഹം അന്വേഷിച്ച് നടക്കുമ്പോൾ അത് പല ഇടാകൂടങ്ങളിലേക്കും ചെന്ന് ചേരും. കുഴിയിൽ വീഴാനുള്ള സാധ്യത നമുക്കുണ്ട്. അത് കൂടുതൽ അസ്വസ്ഥതയിലേക്ക് പോവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, സ്നേഹം അന്വേഷിച്ച് അംഗീകാരം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ദൈവഹിതം നിറവേറ്റാൻ സാധിക്കാതെ വരും ഭൂരിപക്ഷ സമയങ്ങളിലും. കാരണം അവരുടെ തീരുമാനങ്ങൾ ഒക്കെ സ്നേഹം കിട്ടുന്നിടത്തേക്കായിരിക്കും, അംഗീകാരം കിട്ടുന്നിടത്തേക്കായിരിക്കും. അവ കിട്ടാത്തൊരു സാഹചര്യം അവർ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ സ്നേഹം അന്വേഷിച്ച് നടക്കുമ്പോൾ നമുക്ക് ദൈവഹിതം അന്വേഷിക്കാനും ദൈവഹിതം നിറവേറ്റാനും പറ്റാതെ വരും. അത് ജീവിതത്തിൻ്റെ ട്രാക്ക് തെറ്റിച്ച് കളയും. അനേകരുടെ ആത്മീയ ശുഷ്കതയുടെ കാരണം അവർ എല്ലായിടത്തും ഈ സ്നേഹം അന്വേഷിച്ച് നടക്കുന്നത് കൊണ്ട് അവർക്ക് ശരിയായ ദൈവാനുഭവത്തിലേക്ക് വളരാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി? ദൈവത്തിനറിയാം മനുഷ്യന് സ്നേഹവും അംഗീകാരവും വേണം. പക്ഷേ പാപം നിറഞ്ഞ ഈ ലോകത്തിൽ അവൻ അത് ഒരിടത്തും കിട്ടുന്നുമില്ല. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ടും അത് അന്വേഷിക്കുക ഉണ്ടാകും. പക്ഷെ എന്താണ് ദൈവം അങ്ങനെ സ്നേഹത്തിന് വേണ്ടി ഭിക്ഷാടനം നടത്തി ജീവിക്കാനാണോ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? നമുക്ക് കിട്ടാതെ പോയ സ്നേഹത്തെ എങ്ങനെ പരിഹരിക്കാൻ പറ്റും? എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? അതിനുള്ള വഴി ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ സ്നേഹം അന്വേഷിച്ച് അവിടെ ഇവിടെയും പോകേണ്ടവരല്ല. ദൈവത്തിൻ്റെ മക്കൾ അവരെന്നെ സ്നേഹിച്ചില്ല എന്ന് വഴക്കുകൂടി നടക്കേണ്ടവരല്ല. പലരും പറയാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ്, അംഗീകാരം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിനൊന്നും ന്യായീകരണമില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരു ദൈവമകനും മകളും സ്നേഹം കിട്ടാത്തതിൻ്റെ മുറിപ്പാടുമായി ജീവിക്കേണ്ട വ്യക്തിയല്ല. അങ്ങനെ ജീവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും അവൻ നമുക്ക് വേണ്ടി മരിച്ചതും. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ സ്നേഹത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. അപ്പൻ സ്നേഹിക്കുന്നതും അമ്മ സ്നേഹിക്കുന്നതും ജീവിത പങ്കാളി സ്നേഹിക്കുന്നതും ഒക്കെ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ഒരു ചാനലിലൂടെ നമുക്ക് ഒഴുകിയെത്തുന്നു. പക്ഷെ ഇവിടെ ഡയറക്റ്റായിട്ട് ദൈവം തൻ്റെ സ്നേഹം മുഴുവനും അവൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ സ്നേഹം ഇവിടെ നിറച്ചു വെച്ചിട്ട് അത് ആസ്വദിക്കാതെ, അത് അനുഭവിക്കാതെ
വീണ്ടും സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതികളെ തകിടം മറിക്കുകയാണ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് കിട്ടാതെ പോയ സ്നേഹത്തിന് വേണ്ടി മനുഷ്യരെ അന്വേഷിച്ച് നടക്കുക എന്നുള്ളതല്ല. കിട്ടാതെ പോയ സ്നേഹത്തിൻ്റെ പേരിൽ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുക എന്നുള്ളതല്ല. മറിച്ച് ഉള്ളവൻ്റെ അടുത്തേക്ക് ചെല്ലണം, സ്നേഹത്തിൻ്റെ നിറകുടമായവൻ്റെ അടുത്തേക്ക് ചെല്ലണം. നമുക്കറിയാം, ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഈശോ തൻ്റെ മുഴുവൻ വ്യക്തിത്വത്തോടുകൂടി, തൻ്റെ മുഴുവൻ ആത്മാവിനോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് തന്നെ തന്നെ തരികയാണ്. ഇതിനേക്കാൾ അപ്പുറത്തൊരു സ്നേഹമില്ല. വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈ ദൈവസ്നേഹം ശരിക്കും അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പോൾ ക്രമേണ സ്നേഹം കിട്ടാത്തതിൻ്റെ കുറവ് നമ്മുടെ വ്യക്തിത്വത്തിൽ നിന്ന് മാറിപ്പോകും. നമ്മൾ സംതൃപ്തിയുള്ളവരായിട്ട് മാറും. സംതൃപ്തിയുള്ളവരായിട്ട് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഇല്ലായ്മയുടെ നടുവിൽ ജീവിക്കുന്നവരായിരിക്കും. അതിൻ്റെ നടുവിലും സംതൃപ്തിയുള്ളവരായിട്ട് ജീവിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അസംതൃപ്തിയാണ് ആസക്തി വളർത്തുന്നത്. അധികാരത്തിന് വേണ്ടി ഓടി നടക്കുന്നതും, പണത്തിന് വേണ്ടി ഓടി നടക്കുന്നതും, സെക്സിന് വേണ്ടി ഓടി നടക്കുന്നതൊക്കെ ഉള്ളിൽ കിടക്കുന്ന അസംതൃപ്തി പരിഹരിക്കാനുള്ള പ്രശ്നമാണ്. എല്ലാ അസംതൃപ്തികളും ആസക്തികളിലേക്ക് നയിക്കും. അത് ജീവിതത്തെ ബലഹീനമാക്കും, ദൈവത്തിൻ്റെ പദ്ധതികൾ തകർത്ത് കളയും. അപ്പോൾ അതുകൊണ്ട് സംതൃപ്തിയുള്ളവരായി നമ്മൾ ജീവിക്കണം. എങ്ങനെയാണ് ഒത്തിരി കുറവുള്ള ഞാൻ സംതൃപ്തിയുള്ള വ്യക്തിയായിട്ട് ജീവിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കിട്ടിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ സംതൃപ്തി ഉയരാൻ തുടങ്ങും. സംതൃപ്തിയാണ് ഒരാളുടെ ആധ്യാത്മികതയുടെ ഒരു അളവുകോലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അസംതൃപ്തിയോടെ നടക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ദൈവ അനുഭവത്തിൽ വളർന്നിട്ടില്ല, ഇനിയും ദൈവത്താൽ നിറയപ്പെടേണ്ടിയിരിക്കുന്നു. അപ്പം നമ്മുടെ ഉള്ളിലേക്ക്, അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് അപ്പൻ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല, ജീവിത പങ്കാളി സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞാൽ ന്യായീകരണമില്ല. അതെല്ലാം നികത്തിത്തരാൻ വേണ്ടി കർത്താവ് തൻ്റെ ആത്മാവിനെ, സ്നേഹത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് അനുഭവിച്ചറിയാൻ അതിലേക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ മാനിക്കുകയും സ്നേഹിക്കുകയും പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യാത്തത് കൊണ്ട് ആണ് ഈ ഇല്ലായ്മയുടെ ദാരിദ്ര്യം, അസ്വസ്ഥത നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ വരുന്ന ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വീണ്ടും സ്നേഹത്തിൻ്റെ ദാരിദ്ര്യവുമായിട്ട് നമ്മൾ അലഞ്ഞു തിരിയാനായിട്ട് ഇടയാകുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം ശക്തിയുള്ളതായിട്ട് തീരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി കരുത്തുണ്ടാകണമെങ്കിൽ നമ്മളുടെ അസംതൃപ്തികളെല്ലാം എടുത്തു കളയണം. അതിനുള്ള ഒരേ ഒരു വഴി ദൈവത്താൽ നിറയപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക, ദൈവസ്നേഹം അനുഭവിച്ചറിയാം. വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് കർത്താവിനോട് പറയുക, കർത്താവേ, എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല, നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ, സ്നേഹത്തിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു, ഓടി നടക്കുന്നു, അംഗീകാരത്തിന് വേണ്ടി ഞാൻ അലയുന്നു, എൻ്റെ കുറവുകൾ ഞാൻ അറിയുന്നു, നിൻ്റെ സ്നേഹം എന്നിൽ നിറയട്ടെ, നിൻ്റെ സ്നേഹം കൊണ്ട് എന്നെ ബലപ്പെടുത്തട്ടെ എന്ന് നിരന്തരമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. അങ്ങനെ സ്നേഹം കൊണ്ട് നിറയുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിത പങ്കാളി സ്നേഹിക്കുന്നില്ല, അതിനുള്ള മരുന്നെന്താണ്? ആ വ്യക്തിയോട് വഴക്കടിച്ച്, ആ വ്യക്തിയെ കുറ്റപ്പെടുത്തി, ആ വ്യക്തിയെ തകർക്കുന്നതിലൂടെ അല്ല അവിടെ പ്രശ്നം പരിഹരിക്കേണ്ടത്. ആ വ്യക്തിയുടെ അടിസ്ഥാന പ്രശ്നം ആ വ്യക്തിക്ക് കൊടുക്കാൻ മാത്രം സ്നേഹമില്ല എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഹൃദയം നിറച്ചിട്ട്, പിന്നെ ഇങ്ങോട്ട് സ്നേഹം തരാത്ത പങ്കാളിയെ അങ്ങോട്ട് സ്നേഹം കൊടുത്ത് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ആത്മാവിൽ ആ വ്യക്തിയെ കൂടി തികവുള്ള വ്യക്തിയാക്കി മാറ്റുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ! അതുകൊണ്ട് ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കണം. എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെക്കുറിച്ചെങ്കിലുമൊക്കെ പരാതിയും പിറുപിറുപ്പും ഉണ്ടെങ്കിൽ ഇന്ന് ഈശോയുടെ മുമ്പിൽ
അത് അവസാനിപ്പിക്കണം. ചിലപ്പം മക്കൾ സ്നേഹിക്കാത്തതായിരിക്കാം വിഷമം, ശരിയാ, വേദനയുണ്ടാകും. പക്ഷെ അതൊരു അസംതൃപ്തിയായി, അതൊരു നോവായി ഇട്ടുകൊണ്ട് നടക്കാതെ, ആ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാൻ മാത്രം സ്നേഹം കൊണ്ട് നമ്മൾ നിറയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ഇനി നമ്മുടെ വീട്ടിൽ ഒരു വഴക്കുണ്ടാകാൻ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുക്കരുത്. കാരണം അതൊരിക്കലും വഴക്കുകൂടി പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിലായിരിക്കണം സ്നേഹത്തിന് വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണം അവസാനിക്കേണ്ടത്. അവൻ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതിനാനുപാതികമായി നമ്മുടെ അനാവശ്യമായ ഓട്ടങ്ങളൊക്കെ ഇല്ലാതാകും. ഒരുപാട് മനുഷ്യരുണ്ടല്ലോ, അവർക്ക് ഒരുപാട് പണവും ഒരുപാട് സമയവും കഴിവുകളൊക്കെ ഉപയോഗിക്കുന്നത് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അംഗീകാരം കിട്ടാൻ വേണ്ടി ഓടി നടക്കുക. എവിടെ ചെന്നാലും അവർക്ക് അംഗീകാരം വേണം, കസേര വേണം, പിടിവലിയാണ്. അതുപോലെ സ്നേഹം കിട്ടാൻ വേണ്ടി പല ഗോഷ്ഠികളും കാണിക്കും. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവർക്ക് ദൈവഹിതം അന്വേഷിച്ച് ജീവിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതം വേസ്റ്റായിട്ട് വഴിമാറിപ്പോവുകയാണ്. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഏക വഴി ദൈവസ്നേഹം കൊണ്ട് നിറയണം. കർത്താവ് ഇതാ എല്ലാ കുറവുകളും പരിഹരിച്ചു തരാൻ കഴിവുള്ള നമ്മുടെ ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. അവനോട് ചോദിക്കുക, ഉള്ളവനോട് ചോദിക്കുക, ഉള്ളവൻ്റെ അടുത്ത് വരിക, സ്നേഹം തരാൻ തയ്യാറുള്ളവൻ്റെ അടുത്ത് വന്ന് അവനിലൂടെ നമ്മുടെ ഹൃദയം നിറയ്ക്കണം. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും സ്നേഹം തരാത്തതിൻ്റെ പേരിലുള്ള പരിഭവമുണ്ടെങ്കിൽ, സ്നേഹിക്കാത്തതിൻ്റെ പേരിൽ ദേഷ്യവും നിരാശയും ഉണ്ടെങ്കിൽ, സ്നേഹിക്കാത്തതിൻ്റെ പേരിലുള്ള വഴക്കുകൾ കൂടി ജീവിതം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇനിയും സങ്കടങ്ങൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രാത്രി കർത്താവ് വിളിച്ചിരിക്കുന്നത് അവൻ്റെ മുമ്പിലേക്കാണ്. സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവം, അവൻ നിനക്ക് മതിയായവനാണ്. അവൻ നിനക്ക് മതിയായവനാണ്. ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആരൊക്കെ നിന്നെ പരിഗണിച്ചില്ലെങ്കിലും, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഉപേക്ഷിച്ച ദൈവം, നിനക്ക് വേണ്ടി കഠിന പീഡകൾ സഹിച്ച ദൈവം, നിനക്ക് വേണ്ടി നഗ്നനാക്കപ്പെട്ടവൻ, നിനക്ക് വേണ്ടി കാൽവരിക്കുരിശിൽ 3 ആണ്ടുകളിൽ പിടഞ്ഞു മരിച്ചവൻ, നിനക്ക് വേണ്ടി തൻ്റെ ആത്മാവിന് നൽകിയവൻ, അവൻ ജീവിക്കുന്ന ദൈവം. അവൻ ഈ വേദനകൾ സഹിച്ചത് നീ അസംതൃപ്തിയോടെ ജീവിക്കാനല്ല, നീ സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കാനല്ല, നീ സന്തോഷമുള്ളവളായി, നീ സന്തോഷമുള്ളവനായി ജീവിക്കാൻ നിന്റെ ദൈവം നിനക്ക് വേണ്ടി മരിച്ചു. അവൻ്റെ ആ വേദനകൾ വേസ്റ്റാക്കാതിരിക്കാൻ നമുക്ക് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം തുറന്നു വെക്കാം. കർത്താവേ, സ്നേഹത്തിന് വേണ്ടിയുള്ള എൻ്റെ മുഴുവൻ ദാഹവും ഈ രാത്രിയിൽ തിരുമുമ്പിൽ ഞാൻ വെക്കുന്നു. എൻ്റെ ശൂന്യതയിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ ഇല്ലായ്മയിലേക്ക് നീ കടന്നു വരണമേ, എൻ്റെ അസംതൃപ്തിയിലേക്ക് നീ കടന്നു വരണമേ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനുഭവിച്ച തിരസ്കരണത്തിൻ്റെ നൊമ്പരങ്ങൾ, അപമാനത്തിൻ്റെ നൊമ്പരങ്ങൾ, അവഗണനയുടെ വേദനകൾ, കർത്താവേ, എല്ലാം നീ അറിയുന്നു. നീ അതെല്ലാം ഏറ്റെടുക്കണമേ. നിനക്കതെല്ലാം പരിഹരിക്കാൻ കഴിയും. നിനക്കെല്ലാം കണ്ണുനീര് ഒപ്പിയെടുക്കാൻ കഴിയും. നിനക്കെല്ലാം മുറിവുകൾ സുഖപ്പെടുത്താൻ കഴിയും. നീ സർവശക്തനായ ദൈവമാണ്. നീ സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ തൊടണമേ, എൻ്റെ ജീവിതത്തെ സ്പർശിക്കണമേ. എൻ്റെ ശൂന്യത എടുത്തു നീക്കാൻ നീ ആത്മാവായി എന്നിലേക്ക് വരണമേ, സ്നേഹമായി എന്നിലേക്ക് വരണമേ, കൃപയായി കടന്നു വരണമേ. കരങ്ങൾ ഈശോയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട്, ഈശോയെ നീ വരണമേ, ഈശോയെ നീ എന്നിലേക്ക് വരണമേ, സ്നേഹമായി വരണമേ, സൗഖ്യമായി വരണമേ, ജീവനായി വരണമേ, കൃപയായി വരണമേ. യേശുവേ വരണമേ. എല്ലാവരും പ്രാർത്ഥിക്കുക, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപ ഒഴുകട്ടെ, ദൈവശക്തി വ്യാപിക്കട്ടെ, ദൈവ സ്നേഹം ഉണർത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ സ്നേഹം ഒഴുകട്ടെ, യേശുവിന്റെ സ്നേഹം ഒഴുകട്ടെ, യേശുവിന്റെ സൗഖ്യം ഒഴുകട്ടെ. യേശുവേ, 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 യേശുവേ. സ്നേഹമായി വരണേ, സ്നേഹമായി വരണേ, സ്നേഹമായി വരണേ, രക്ഷകനീശോയേ.
ഈശോയെ വരണമേ. സ്നേഹമായി വരണേ, സ്നേഹമായി വരണേ, സ്നേഹമായി വരണേ രക്ഷകനീശോയേ. എന്റെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കാൻ വരണമേ ഈശോയെ. സ്നേഹമായി വരണേ, സ്നേഹമായി വരണേ രക്ഷകനീശോയേ. എന്റെ തകർന്നു പോയ ഹൃദയത്തെ സുഖപ്പെടുത്തണമേ ഈശോയെ. സൗഖ്യമായി വരണേ, സൗഖ്യമായി വരണേ രക്ഷകനീശോയേ. കടന്നു വന്നപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, എനിക്ക് വേണ്ടി അങ്ങ് ഈ രാത്രിയിൽ പ്രവർത്തിക്കണമേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരത്ഭുതം നീ ചെയ്യണമേ. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഈ രാത്രിയിൽ ഉത്തരം നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നിന്റെ അനുഗ്രഹം കടന്നു വരുന്നതിന് വേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, രോഗികളായവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യത്തിന് വേണ്ടി ഇന്ന് നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്നവരെയും ഈ സമയത്ത് ടി വിയുടെ മുന്നിലും സോഷ്യൽ മീഡിയയിലൂടെയും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ രോഗികളായ മക്കൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവെ, അവർ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തീവ്രമായ വേദനകളും സങ്കടങ്ങളും നിരാശകളും ഈ രാത്രിയിൽ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തുളയ്ക്കപ്പെട്ട കരങ്ങൾ ഈ രാത്രിയിൽ അവർക്ക് വേണ്ടി നീട്ടപ്പെടട്ടെ കർത്താവേ. ദൈവമേ, പലതരത്തിലുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്ന മക്കളെ കരുണയോടെ നീ കാണണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പലതരത്തിലുള്ള സ്കിൻ ഡിസീസസുകൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ദൈവമേ, അവരുടെ വിഷമങ്ങൾ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ മുറിവുകളെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം മുഴുവനും പൊട്ടി ഒലിക്കുന്ന വ്രണങ്ങൾ, കർത്താവേ, വേദന സഹിക്കാൻ വയ്യാതെ വിഷമിക്കുന്നവർ, ചികിത്സിച്ചിട്ട് മാറാൻ കഴിയാതെ വിഷമിക്കുന്നവർ, അവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഈ രാത്രിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചർമ്മങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള രോഗങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പാദങ്ങളുടെ വേദന, ഉപ്പുറ്റി വിണ്ടുകീറല്, ആണി രോഗങ്ങൾ, നഖം പഴുക്കുന്ന അസുഖങ്ങൾ, കർത്താവെ, കാൽ വിരലുകൾക്കിടയിലുള്ള പൊട്ടലുകൾ, കർത്താവെ, ചൊറിഞ്ഞ് തടിക്കുന്ന അനുഭവങ്ങൾ, കർത്താവെ, ശിരസിലുള്ള ചൊറിച്ചിലുകൾ, ശിരസിലുള്ള മുറിവുകൾ, കർത്താവെ, വ്രണങ്ങളെല്ലാം സമർപ്പിക്കുന്നു. ശരീരത്തിലുള്ള എല്ലാ വ്രണങ്ങളും കർത്താവെ, ഈ നിമിഷങ്ങളിൽ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉണങ്ങാത്ത മുറിവുകൾ യേശുവേ നിന്റെ നാമത്തിൽ ഉണങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഫംഗസ് ഇൻഫെക്ഷനുകൾ നിന്റെ തിരുരക്തത്താൽ കഴുകി സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ തരത്തിലുള്ള ചർമ്മ രോഗങ്ങളും ഈ നിമിഷങ്ങളിൽ എടുത്തു നീക്കി നിന്റെ മക്കൾക്ക് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 സൗഖ്യം പകരണമേ, സൗഖ്യം പകരണമേ, സൗഖ്യം പകരണമേ രക്ഷകനീശോയേ. സൗഖ്യം പകരണമേ, സൗഖ്യം പകരണമേ, സൗഖ്യം
ശരീരത്തിൽ പലതരത്തിലുള്ള വേദനകളിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴുത്തിന് വേദന അനുഭവപ്പെടുന്നവർ, കഴുത്ത് ധരിക്കാൻ വിഷമിക്കുന്നവർ, ഷോൾഡറിൻ്റെ വേദനകൾ, കർത്താവെ കൈകൾ ചലിപ്പിക്കാൻ വിഷമിക്കുന്നവർ, ജോലി ചെയ്യാൻ വിഷമിക്കുന്നവർ, കർത്താവെ കൈമുട്ടുകളിൽ വേദന അനുഭവപ്പെടുന്നവർ, കൈവിരലുകളുടെ ചലനശേഷി കുറഞ്ഞു പോയിരിക്കുന്നവർ, അവരെല്ലാം ഈ രാത്രിയിൽ തുടരണമേ നിങ്ങൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഇരിക്കാനും എഴുന്നേൽക്കാനും വിഷമം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽമുട്ടുകളുടെ വേദന സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ പുറം വേദനയാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലവേദനയാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ഈ സമയത്ത് വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മക്കളെ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അങ്ങയുടെ ആത്മാവ് ഇപ്പോൾ അവരെ തൊടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സൗഖ്യം അവരിലേക്ക് കടന്നു വരട്ടെ. അവരെ വേദനയിൽ നിന്ന് വിമോചിപ്പിക്കണമേ. അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന രോഗങ്ങൾ എടുത്തു കളയണമേ. ആ വേദനകളുടെ കാരണങ്ങൾ എടുത്തു കളയണമേ. വേദനയുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ സൗഖ്യം വ്യാപിക്കട്ടെ. യേശുവേ, നിന്റെ മക്കളിലേക്ക് നിന്റെ സൗഖ്യം ഒഴുകട്ടെ. നിന്റെ സൗഖ്യം ഒഴുകട്ടെ. ശക്തി ഒഴുകട്ടെ. കൃപ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, 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 യേശുവേ, യേശുവേ. കർത്താവേ, കണ്ണുകളുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. കണ്ണിൻ്റെ വേദന, പുകച്ചിൽ, കണ്ണിൻ്റെ പഴുപ്പ്, കർത്താവെ ഞരമ്പുകളുടെ തകരാറുകൾ, റെറ്റിനയുമായി ബന്ധപ്പെട്ടുള്ള തകരാറുകൾ, കാഴ്ചക്കുറവുകൾ, കർത്താവെ ഇങ്ങനെയുള്ള വിഷമങ്ങളാൽ വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള തലവേദന കൊണ്ട് വിഷമിക്കുന്നവർ, മൈഗ്രെയിൻ കൊണ്ട് വിഷമിക്കുന്നവർ, കർത്താവെ നിനക്കൊരു നിമിഷം മതിയല്ല കർത്താവെ ഇതെടുത്ത് നിൽക്കാൻ. കർത്താവെ നിന്റെ മുറിവേറ്റ കരങ്ങൾ കൊണ്ട് അവരുടെ കണ്ണുകളെ തൊടണമേ. അവരുടെ ശിരസിനെ സ്പർശിക്കണമേ. ശിരസിന്റെ രോഗങ്ങളെല്ലാം നീക്കണമേ. ചെവിയുടെ വേദന നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കുറവുകൾ എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാര വൈകല്യങ്ങൾ എടുത്തു നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ രാത്രിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് സൗഖ്യം സ്വന്തമാക്കി സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിയോലോ ഹോരിയ, റിയാദ ഹോരിയ, അബ്രോ ഹോരിയ, ഹോരിയ, റിയോസിയോലോ ഹോരിയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സൗഖ്യം നൽകണമേ, എന്നിൽ സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ, എന്നിൽ സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ, എന്നിൽ സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, എല്ലാ തരത്തിലുള്ള രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്വാസകോശ സംബന്ധമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, നിരന്തരമായ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നവർ, വിട്ടുമാറാത്ത ചുമയുള്ളവർ, കർത്താവെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾ, അവയുടെക്കെല്ലാം നിന്റെ സൗഖ്യത്തിൻ്റെ സ്നേഹം നീ അയക്കണമേ കർത്താവെ. ദൈവമേ, നെഞ്ചുവേദന അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. കരൾ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. എല്ലാ വൈദ്യന്മാരുടെയും വൈദ്യനായ ദൈവമേ,
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ എടുത്തു നിൽക്കണമേ. കർത്താവേ, സ്ട്രോക്ക് വന്ന് കിടക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വീടുകളിൽ തളർന്നു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങൾക്ക് നീളം കുറഞ്ഞിട്ടില്ലല്ലോ ദൈവമേ. ഇപ്പോൾ നിന്റെ ശക്തിയുടെ ആത്മാവ് കടന്നു ചെല്ലട്ടെ. കിടപ്പ് രോഗികളെ സ്പർശിക്കട്ടെ. കിടപ്പ് രോഗികൾ സ്പർശിക്കപ്പെടട്ടെ. അവർ എഴുന്നേൽക്കട്ടെ. സൗഖ്യമുള്ളവരായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ മനോഹരം. കർത്താവേ, ഭക്ഷണം കഴിക്കാൻ വിഷമം അനുഭവിക്കുന്നവര്, ഭക്ഷണം കഴിച്ചാൽ ദഹിക്കാൻ വിഷമിക്കുന്നവര്, കർത്താവെ കുടൽ സംബന്ധമായ രോഗങ്ങൾ അനുഭവപ്പെടുന്നവര്, കർത്താവെ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിരന്തരമായ വയറുവേദന കൊണ്ട് വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂട്രസ് സംബന്ധമായ തകരാറുകൾ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ സന്ധികളുടെ വേദനകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞരമ്പുകളുടെ തകരാറുകൾ നീങ്ങിപ്പോകട്ടെ. രക്തത്തിലെ തകരാറുകൾ നീങ്ങിപ്പോകട്ടെ. നിന്റെ കുരിശിലെ രക്തം ഇപ്പോൾ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ സകലരുടെയും ശരീരത്തിലേക്ക് കർത്താവെ ഉള്ളങ്കാൽ മുതൽ ഉച്ചി വരെ നിന്റെ തിരുരക്തത്തുള്ളികൾ ഇപ്പോൾ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയാൽ, തിരുരക്തത്തിന്റെ മൂല്യത്താൽ രോഗത്തിന്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ. രോഗത്തിന്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവേ നിന്റെ രക്തത്താൽ സൗഖ്യമുണ്ടാകട്ടെ. യേശുവേ നിന്റെ രക്തത്താൽ സൗഖ്യമുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളുടെ വേദനകളെല്ലാം ഈ രാത്രിയിൽ തിരുമുമ്പിൽ ഞങ്ങൾ ഉയർത്തുന്നു. മക്കൾക്ക് പഠിക്കാൻ ബുദ്ധി കുറഞ്ഞതിൻ്റെ വിഷമങ്ങൾ, ഓർമ്മക്കുറവ് കൊണ്ട് മക്കൾ വിഷമിക്കുന്നു. മാനസിക വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ മൂലം വിഷമിക്കുന്നവർ, കർത്താവെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളുടെ വേദനകൾ, കർത്താവെ മക്കളുടെ വഴിതെറ്റിയ ജീവിതമോർത്ത് വേദനിക്കുന്നവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട മക്കളെ ഓർത്ത് നിലവിളിക്കുന്നവരുടെ കണ്ണുനീര്, കർത്താവെ മക്കളുടെ ഭാവി ഓർത്തുള്ള വേവലാതികൾ ദൈവമെല്ലാം ഈ രാത്രിയിൽ നീ ഏറ്റെടുക്കണമേ. വഴിതെറ്റിപ്പോയ മക്കൾക്ക് വേണ്ടിയുള്ള വിലാപങ്ങൾ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബത്തിന്റെ ബന്ധനങ്ങൾ തകർത്ത് കളയണമേ. പൈശാചികമായ സ്വാധീനങ്ങൾ നീക്കിക്കളയണമേ. മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും കെട്ടുകൾ പൊട്ടിച്ചു കളയണമേ. പാരമ്പര്യമായിട്ടുള്ള തകർച്ചകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യപ്പെടുന്നുള്ള തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. ഈ രാത്രി വിടുതലിന്റെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി അനുഗ്രഹത്തിന്റെ രാത്രി മാറട്ടെ. കാരണമറിയാത്ത തകർച്ചകൾ കർത്താവെ നീ എടുത്തു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കാരണമറിയാത്ത തകർച്ചകൾ കുടുംബത്തിൽ നിന്ന് എടുത്തു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളായുള്ള ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ. കെട്ടുകൾ പൊട്ടിച്ച് കളയണമേ. സാമ്പത്തിക തകർച്ചകളുടെ വേരുകൾ എടുത്തു കളയണമേ. ദാമ്പത്യ തകർച്ചയുടെ വേരുകൾ എടുത്തു കളയണമേ. നിന്റെ കുരിശ് മരണത്തിന്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. വിടുതലുണ്ടാകട്ടെ, കൃപയുണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 കർത്താവേ, സ്തോത്രം. ദൈവമേ, സ്തുതിക്കുന്നു. മഹത്വപ്പെടുത്തുന്നു. ഈ രാത്രിയിൽ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, ശക്തി വെളിപ്പെടുത്തണമേ, കൃപ ഒഴുക്കണമേ. ശിവലോഹോരി അറിയ 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 ആബ്രഹോരിയോ ആരാധനികി ശോലോഹോരിയോ അസ്വലോഹോരി അറിയ അറിയ ആരാധനികി ശരീരത്തിന്റെ തളർച്ചകളെല്ലാം നീങ്ങിപ്പോകട്ടെ. ശരീരം ബലം പ്രാപിക്കട്ടെ, മനസ്സ് ബലം പ്രാപിക്കട്ടെ, ആത്മാവ് ഉണർത്തപ്പെടട്ടെ, ദൈവാത്മാവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശലലഹരി അറിയ ബഹരിയോ അബ്രഹോരിയോ മറിയ. കർത്താവേ, അനേക മക്കൾക്ക് ജീവിതത്തിൽ എല്ലാം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ. അവരുടെ മനസ്സെപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നു. വിഷാദത്തിന് അടിമകളായിപ്പോയ ആ മക്കളുടെ ദയനീയമായ അവസ്ഥയിൽ നിന്ന് ഇടപെടുകയും വിഷാദത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു കളയുകയും ദൈവമക്കളെ പോലെ ആനന്ദിച്ച് ജീവിക്കാനുള്ള കൃപ അവർക്ക് നൽകുകയും ചെയ്യണമേ കർത്താവെ. മനസ്സിൻ്റെ തകർച്ചകൾ എടുത്തു നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയുടെ കെട്ടുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകർക്ക് ഉത്കണ്ഠ കൊണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ദൈവമേ. കർത്താവെ, അവരുടെ ഉത്കണ്ഠയുടെ ബന്ധനങ്ങൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങാനുള്ള തടസ്സങ്ങൾ കർത്താവെ നീ എടുത്തു നീക്കണമേ. രാത്രിയിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണർന്നവരെ വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളുടെ അരൂപികളുടെ ആക്രമണത്താൽ വിഷമിക്കുന്നവർക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് വേണ്ടിയാണല്ലോ കുരിശിൽ മരിച്ചത് ദൈവമേ. നീ കുരിശിൽ മരിച്ചത് ഞങ്ങൾക്ക് വിടുതൽ നൽകാനാണല്ലോ. നിന്റെ മക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ബന്ധനങ്ങളും ഇന്ന് അഴിച്ചു കളയണമേ. ഇന്നൊരു പുതിയ ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ, ഒരു പുതിയ തുടക്കം ഉണ്ടാകട്ടെ, ഒരു പുതിയ അഭിഷേകം ഉണ്ടാകട്ടെ, ഒരു പുതിയ ജീവൻ ഉണ്ടാകട്ടെ ദൈവമേ. ഇന്ന് വരെയുള്ള ജീവിതം കർത്താവെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഹിതമനുസരിച്ച് രൂപാന്തരപ്പെടുത്തണമേ, നിന്റെ ആത്മാവിന്റെ ശക്തിയിൽ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിയോലോഹോരിയ ആബോഹോരിയ ആരാധനികി അറിയോ 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 അറിയോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം. ബന്ധനമെല്ലാം അകലട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. ബന്ധനമെല്ലാം അകലട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിശ്വാസത്തോടെ വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. ബന്ധനമെല്ലാം അകലട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. ബന്ധനമെല്ലാം അകലട്ടെ, കെട്ടുകളെല്ലാം പൊട്ടട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ, എന്നിൽ വിടുതലുണ്ടാകട്ടെ. സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിലുണ്ടാകട്ടെ. യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മയുടെ ശക്തികളും നിർവീര്യമായി പോകട്ടെ. ഈ മക്കളുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് തിന്മയുടെ രോഗത്തിന്റെ എല്ലാ ഭീഷങ്ങളും വിട്ടുപോകട്ടെ എന്ന് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളും സ്വതന്ത്രരാകട്ടെ, തിന്മയുടെ ആധിപത്യം വിട്ടുപോകട്ടെ, പൈശാചികമായ സ്വാധീനങ്ങൾ അകന്നു പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ.
ഐശ്വര്യ ഹോരിയ ബരാദിനി അവർ ഹോരിയ ബരാദിനി തലകറക്കം ഉണ്ടാകുന്ന, അങ്ങനെ വീണു പോകുന്ന അനുഭവമുള്ള ഒരു സഹോദരനെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. അതുപോലെ നടക്കുമ്പോൾ ബാലൻസ് ഇല്ലാതെ വിഷമിക്കുന്ന 2 വ്യക്തികളെ ഈശോ സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ അരക്കെട്ടിൻ്റെ ഭാഗത്ത് ഭയങ്കരമായ വേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് വിടുതൽ നൽകുന്നതായിട്ട് കണ്ടു. ഉറക്കമില്ലാതെ വിഷമിക്കുന്ന, ജട്ടി ഉണരുന്ന 7 വ്യക്തികളെ കർത്താവ് സ്പർശിച്ചതായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ മകളുടെ കുത്തഴിഞ്ഞ ജീവിതമോർത്ത് വിലപിക്കുന്ന ഒരു അമ്മയോട് കർത്താവ് പറയുന്നുണ്ട്, ആ മകൾ നഷ്ടപ്പെട്ടു പോകുകയില്ല എന്ന് ഉറപ്പ് പറയുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ സമയത്ത് പലരുടെയും ശരീരത്തിൽ ദൈവം സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ, വേർക്കുന്ന അനുഭവങ്ങൾ, ഭാരം വിട്ടുപോകുന്ന അനുഭവങ്ങൾ, വേദന വിട്ടുപോകുന്ന അനുഭവങ്ങൾ, ദൈവത്തിന്റെ വലിയ സ്പർശനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. രോഗങ്ങളുള്ള ഭാഗത്തെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് വീണ്ടും സ്പർശിക്കുന്നു, കർത്താവ് വീണ്ടും സ്പർശിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഈ പ്രാർത്ഥനയുടെ മണിക്കൂറുകളിൽ ദൈവം സ്പർശിച്ചതായി അനുഭവപ്പെട്ട ഒരു കൈപൊക്കി കർത്താൻ സ്തുതിക്കാമോ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൂടുതൽ ആളുകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ സൗഖ്യത്തിൻ്റെ അനുഭവങ്ങളെല്ലാം ബോധ്യപ്പെടും. ആ സമയത്ത് നമ്മൾ കർത്താവിന് പ്രത്യേകമായ വിധത്തിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇരിക്കാം.